റെസിഡ്യൂ ക്ലാസ് മോഡുലോ 6 എന്ന് പറയുവാണെങ്കിൽ നമ്മുടെ കയ്യിൽ ഏതെങ്കിലും ഒരു ഇൻറ്റീജറിനെ 6 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് 6 റിമൈൻഡേഴ്സ് കിട്ടും. ആ 6 റിമൈൻഡേഴ്സ് വരാൻ പോസിബിൾ ആയിട്ടുള്ള എലമെൻറ്റ്സ് എല്ലാം എടുക്കുക. അത് നമ്മൾ ഈ ഇൻറ്റീജേഴ്സിൽ നിന്നാണ് കളക്ട് ചെയ്യുന്നത്. അങ്ങനെ എഴുതുന്ന സെറ്റുകളെ എല്ലാമാണ് റെസിഡ്യൂ ക്ലാസസ് മോഡുലോ 6 എന്ന് പറയുന്നത്. ഇനി വേറൊരു എക്സാമ്പിളൂടെ നമുക്ക് നോക്കാം. റെസിഡ്യൂ ക്ലാസ് മോഡുലോ 4 എടുക്കുകയെന്ന് വിചാരിച്ചോ. ഞാൻ മോഡുലോ 4 എടുക്കുകയാണെങ്കിൽ 4 എടുക്കുന്നെങ്കിൽ എനിക്ക് കിട്ടാവുന്ന റിമൈൻഡേഴ്സ് ഏതൊക്കെയായിരിക്കും? 0 കിട്ടാം, 1 കിട്ടാം, 2 കിട്ടാം, 3 കിട്ടാം അല്ലേ? നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ? അതായത് ഞാൻ ഏതെങ്കിലും ഒരു നമ്പർ ഏതെങ്കിലും ഒരു നമ്പർ ആകാം, ആ നമ്പറിനെ ഞാൻ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എനിക്ക് കിട്ടാവുന്ന റിമൈൻഡേഴ്സ് ഏതൊക്കെയാണെന്നാണ് ഞാൻ നോക്കുന്നത്. അതെന്ന് പറയുന്നത് 0, 1, 2, 3 ആയിരിക്കും. ഓക്കെ, കാരണം നമ്മൾ പഠിച്ചിട്ടുണ്ട് 0 <= റിമൈൻഡർ ലെസ് ദാൻ ഡിവൈസറിന്, അതായത് ഡിവൈസറിനെക്കാട്ടിലും ചെറുതായിരിക്കും റിമൈൻഡർ വരുന്നത്. ജസ്റ്റ് ഒരെണ്ണം ചെറുതായിരിക്കും ആൻഡ് 0യോട് ഈക്വലായിട്ട് വരാം. ഓക്കെ, സോ ഇപ്പോൾ R = 0, 1, 2, 3 എന്ന് നമുക്ക് കിട്ടി. ഇനി നമുക്ക് ഇക്വലൻസ് ക്ലാസ് ഓഫ് 0 നോക്കാം. ഇക്വലൻസ് ക്ലാസ് ഓഫ് 0 എന്ന് വെച്ചാൽ നമ്മൾ ഏതൊക്കെ നമ്പേഴ്സിനെയാണ് 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് 0 റിമൈൻഡർ കിട്ടുന്നതെന്നാണ് നോക്കുന്നത്. അപ്പോൾ ഏതൊക്കെ നമ്പേഴ്സിനെയാണ് നമുക്ക് നോക്കും. 0നെ 0 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് 0നെ 4 വെച്ച് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് 0 കിട്ടും. ഇനി 4നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് 0 റിമൈൻഡർ കിട്ടും. 8, 12, അതായത് 4ൻ്റെ മൾട്ടിപ്പിൾസ് എല്ലാം വരും. അതുപോലെ തന്നെ നെഗറ്റീവ് നമ്പേഴ്സും വരും. സോ ഇതാണ് നമ്മുടെ ഇക്വലൻസ് ക്ലാസ് ഓഫ് 0 കിട്ടുന്നത്. ഇക്വലൻസ് ക്ലാസ് ഓഫ് 1 എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ നമ്പേഴ്സിന് ജസ്റ്റ് 1 ആഡ് ചെയ്താൽ മതി. സോ 1, 5, 9, 13, 17 എക്സെട്ര. അതുപോലെ -3, -7, -11 എക്സെട്ര. ഇനി ഇക്വലൻസ് ക്ലാസ് ഓഫ് 2 എന്ന് പറയുന്നത് ഇതിനോട് ഒരെണ്ണം ആഡ് ചെയ്യാൻ മതി. പിന്നെ ഇക്വലൻസ് ക്ലാസ് ഓഫ് 3 എന്ന് പറയുന്നത് ഇക്വലൻസ് ക്ലാസ് ഓഫ് 2ൻ്റെ കൂടെ ഒരെണ്ണം ആഡ് ചെയ്താൽ മതി. അപ്പോൾ ആ 4 എണ്ണമായിരിക്കും ദ റെസിഡ്യൂ ക്ലാസസ് ഓഫ് മോഡുലോ 4 എന്ന് പറയുന്നത്. ഓക്കെ, എല്ലാവർക്കും ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. സോ അടുത്ത ഹെഡിങ് ആണ് കോൺഗ്രുവൻസ് അരിത്തമെറ്റിക്. അത് ജസ്റ്റ് ഓപ്പറേഷൻസ് ആണ്, നമ്മുടെ യൂഷ്വൽ അഡീഷനൊക്കെ പോലെ ഓപ്പറേഷൻസ് ആണ്. സപ്പോസ് നമ്മുടെ കയ്യിൽ 2 കോൺഗ്രുവൻസ് റിലേഷൻ തന്നിട്ടുണ്ടെന്ന് വിചാരിക്കുക. അതായത് ഒരെണ്ണം A is congruent to B മോഡുലോ M ആൻഡ് വേറൊരെണ്ണം B is congruent to ഇവിടെ A is congruent to C മോഡുലോ M ആൻഡ് ഇവിടെ B is congruent to D മോഡുലോ M ആണെങ്കിൽ നമുക്ക് പറയാം A plus B is congruent to ഇത് രണ്ടും കൂടെ ആഡ് ചെയ്യുന്നത് A plus B is congruent to C plus D മോഡുലോ M ആണെന്ന് പ്രോപ്പർട്ടിയാണ്. അതുപോലെ പറയാം A into B is congruent to C into D മോഡുലോ M ആയിരിക്കും. ഇത് നമ്മുടെ സിമ്പിൾ ബേസിക് അരിത്തമെറ്റിക് ഡെഫിനിഷനാണ്. അതുപോലെ തന്നെ ഇത് നമ്മുടെ കോൺഗ്രുവൻസ് റിലേഷനിലുള്ള അരിത്തമെറ്റിക്. അതുപോലെ തന്നെ റെസിഡ്യൂ ക്ലാസസിലും ഇതുപോലെ അരിത്തമെറ്റിക് ഉണ്ട്. നമ്മൾ ഇതിനെ വിളിക്കുന്ന പേരുകളാണ് റെസിഡ്യൂ ക്ലാസസ് എന്ന്. ഈ സ്ക്വയർ ബോക്സിനകത്ത് ഇട്ടിരിക്കുന്നില്ലേ, അതിനെയൊക്കെ വിളിക്കുന്ന പേരാണ് റെസിഡ്യൂ ക്ലാസസ്. ആ റെസിഡ്യൂ ക്ലാസസിന് നമ്മുടെ കയ്യിൽ അരിത്തമെറ്റിക് ഉണ്ട്. അതായത് റെസിഡ്യൂ ക്ലാസ് ഓഫ് A പ്ലസ് റെസിഡ്യൂ ക്ലാസ് ഓഫ് B എന്ന് പറയുന്നത് റെസിഡ്യൂ ക്ലാസ് ഓഫ് A പ്ലസ് B ആയിരിക്കും. അതുപോലെ റെസിഡ്യൂ ക്ലാസ് ഓഫ് A ഇൻറ്റു റെസിഡ്യൂ ക്ലാസ് ഓഫ് B എന്ന് പറയുന്നത് റെസിഡ്യൂ ക്ലാസ് ഓഫ് A ഇൻറ്റു B ആയിരിക്കും. ഓക്കെ, സോ ഇനി നമുക്ക് ഒരു എക്സാമ്പിൾ നോക്കാം. സോ നമ്മുടെ ഇവിടെ നമ്മൾ മോഡുലോ 6 ആണ് കൺസിഡർ ചെയ്യുന്നത്. മോഡുലോ 6 കൺസിഡർ ചെയ്യുമ്പോൾ നമ്മുടെ റിമൈൻഡേഴ്സ് ഏതൊക്കെയായിരിക്കും വരുന്നത്? റിമൈൻഡേഴ്സ് എന്ന് പറയുന്നത് 0, 1, 2, 3, 4, 5. അതായത് നമ്മുടെ കയ്യിലുള്ള റെസിഡ്യൂ ക്ലാസ്സസ് എന്ന് പറയുന്നത് റെസിഡ്യൂ ക്ലാസ് ഓഫ് 0, റെസിഡ്യൂ ക്ലാസ് ഓഫ് 1. ഈ ഓരോ റിമൈൻഡേഴ്സിനെ നമ്മൾ ബോക്സിനകത്ത് ഇടുന്നതിനെയാണ് റെസിഡ്യൂ ക്ലാസ് എന്ന് വിളിക്കുന്നത്. അത്രയേ ഉള്ളൂ. 2, റെസിഡ്യൂ ക്ലാസ് ഓഫ് 3, റെസിഡ്യൂ ക്ലാസ് ഓഫ് 4, റെസിഡ്യൂ ക്ലാസ് ഓഫ് 5. ഞാൻ ഒന്നുകൂടെയും പറയാം, ഈ റെസിഡ്യൂ ക്ലാസ് ഓഫ് 0 എന്ന് പറയുന്നത് നമ്മുടെ ഇൻറ്റീജേഴ്സിൻ്റെ കളക്ഷൻ എടുക്കുമല്ലോ. ഇൻറ്റീജേഴ്സ് അറിയാമല്ലോ, 0യും +or-1 +or-2 എന്ന നമ്പേഴ്സാണ് നമ്മുടെ ഇൻറ്റീജേഴ്സ്. ആ ഇൻറ്റീജേഴ്സിനെ 6 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പം 0 റിമൈൻഡർ കിട്ടുന്ന ഇൻറ്റീജേഴ്സിൻ്റെ ആ സെറ്റിനെയാണ് റെസിഡ്യൂ ക്ലാസ് ഓഫ് 0 എന്ന് വിളിക്കുന്നത്. റെസിഡ്യൂ ക്ലാസ് ഓഫ് 1 എന്ന് പറയുമ്പം നമ്മുടെ ഇൻറ്റീജേഴ്സിനെ 6 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 1 റിമൈൻഡർ കിട്ടുന്ന സെറ്റുകൾ. ഓക്കെ,
അപ്പോൾ നമ്മുടെ കയ്യിൽ മോഡുലോ 6 എടുക്കുമ്പോൾ നമ്മുടെ കയ്യിൽ ഈ 6 റെസിഡ്യൂ ക്ലാസ്സസ് ആണ് ഉള്ളത്. അങ്ങനെയാണെങ്കിൽ റെസിഡ്യൂ ക്ലാസ് ഓഫ് 2 പ്ലസ് റെസിഡ്യൂ ക്ലാസ് ഓഫ് 3 എത്രയായിരിക്കും? നമ്മളിവിടെ പ്രോപ്പർട്ടി പഠിച്ചു. എ പ്ലസ് ബി എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? റെസിഡ്യൂ ക്ലാസ് ഓഫ് 2 പ്ലസ് 3 ഈസ് ഈക്വൽ ടു റെസിഡ്യൂ ക്ലാസ് ഓഫ് 5 ആയിരിക്കും. ഓക്കെ, അതുപോലെ റെസിഡ്യൂ ക്ലാസ് ഓഫ് 4 പ്ലസ് റെസിഡ്യൂ ക്ലാസ് ഓഫ് 5 എന്ന് പറയുന്നത് എത്രയായിരിക്കും? 4 പ്ലസ് 5 എന്ന് പറയുന്നത് 9 ആണ് അല്ലേ? പക്ഷേ ആ 9 എന്ന് പറയുന്ന നമ്പർ ഈ സെറ്റിനകത്തുണ്ടോ? 9 എന്ന നമ്പർ ഈ സെറ്റിനകത്തില്ല. ഈ സെറ്റിനകത്ത് കിടക്കുന്ന നമ്പർ തന്നെ നമുക്കിവിടെ കിട്ടണം. പക്ഷേ ഈ ആക്ച്വലി 9 എന്ന് പറയുന്നത് 3 ആണ്. അത് എങ്ങനെയാണെന്ന് വെച്ചാൽ നമുക്കറിയാം, നമുക്ക് 6 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടാവുന്ന റിമൈൻഡേഴ്സാണ് 0 തൊട്ട് 5 വരെ അല്ലേ? 5 കൂടുതൽ റിമൈൻഡേഴ്സ് ഒന്നും കിട്ടത്തില്ല. അപ്പോൾ ഈ 5നെ നമ്മൾ 6 കൊണ്ട് ഡിവൈഡ് ചെയ്താലും നമുക്ക് റിമൈൻഡർ 5 കിട്ടത്തുള്ളൂ. പക്ഷേ ഈ 9നെ നമ്മൾ 6 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന റിമൈൻഡർ എത്രയാണ്? 3 അല്ലേ? 9നെ 6 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 6 1s are 6, 3 ഇല്ലേ? ആ റിമൈൻഡർ 3 ആണ് നമ്മളിവിടെ എഴുതിയിരിക്കുന്നത്. കാരണം നമുക്ക് മോഡുലോ 6 എന്ന് വരുമ്പോൾ നമുക്ക് ഈ 6 റെസിഡ്യൂ ക്ലാസ് മാത്രമേ കിട്ടത്തുള്ളൂ, ഇതിൻ്റെ പുറത്തുള്ളത് കിട്ടത്തില്ല. അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ പുറത്തുള്ളൊരു വാല്യൂ കിട്ടുവാണെങ്കിൽ അതിനെ നിങ്ങൾ 6 കൊണ്ട് ഡിവൈഡ് ചെയ്ത് ഇതിൻ്റെ ഉള്ളിലുള്ള ഒരു വാല്യൂ ആക്കി മാറ്റണം. സോ നമുക്ക് 9നെ 6 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 3 കിട്ടും. സോ 3 ഇതിനകത്തുള്ളതാണ്. ഓക്കെ, അങ്ങനെയാണ് നമുക്കിത് കിട്ടുന്നത്. സോ അതുപോലെ നമുക്ക് വേറൊരു എക്സാമ്പിൾ നോക്കാം. -1 പ്ലസ് -1 പ്ലസ് 9 എന്ന് കൊടുക്കാം. -1 പ്ലസ് 9. അപ്പോൾ അതെനിക്ക് എങ്ങനെ വരും? -1 പ്ലസ് 9 എന്ന് പറയുന്നത് 9 - 1 8 അല്ലേ? 8 എന്ന് വരും. 8ഉം പക്ഷേ ഇതിനകത്തില്ല. അപ്പോൾ ഇതിനകത്തുള്ളൊരു നമ്പർ ആക്കാൻ ഞാൻ എന്ത് ചെയ്യണം? നമ്മളിവിടെ എന്തിനെ കൊണ്ടാണ് ഡിവൈഡ് ചെയ്യുന്നത്? 6 കൊണ്ട്. അപ്പോൾ 8നെ 6 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 6 1s are 6, നമുക്ക് 2 റിമൈൻഡർ കിട്ടും. അപ്പോൾ ഇതെന്ന് പറയുന്നത് ഇക്വലൻസ് ക്ലാസ് റെസിഡ്യൂ ക്ലാസ് ഓഫ് 2 ആയിരിക്കും. ഓക്കെ, സോ അങ്ങനെ നമ്മളതിനെ മാറ്റി എഴുതും. ഇനിയും ഇപ്പം നമ്മൾ അഡീഷൻ നോക്കി, ഇതുപോലെ മൾട്ടിപ്ലിക്കേഷനും ഉണ്ട്. അതുപോലെ അതായത് 2 × 2 എടുക്കുവാണെങ്കിൽ എന്ത് വരും? 2 × 2 ഈസ് ഈക്വൽ ടു റെസിഡ്യൂ ക്ലാസ് ഓഫ് 4 എന്ന് കിട്ടും. അതുപോലെ റെസിഡ്യൂ ക്ലാസ് ഓഫ് 2 × റെസിഡ്യൂ ക്ലാസ് ഓഫ് 5 എടുത്താൽ റെസിഡ്യൂ ക്ലാസ് ഓഫ് 2 × 5 ഈസ് ഈക്വൽ ടു റെസിഡ്യൂ ക്ലാസ് ഓഫ് 10 കിട്ടും. പക്ഷേ നമ്മളിവിടെ അണ്ടർ മോഡുലോ 6 ആണ് ചെയ്യുന്നത്. അണ്ടർ മോഡുലോ 6ൽ നമുക്ക് ഈ 6 റെസിഡ്യൂ ക്ലാസ്സസേ ഉള്ളൂ. 10 എന്ന നമ്പർ ഇതിനകത്തില്ല. അപ്പോൾ നമുക്ക് ഈ ഒരു നമ്പർ ആക്കാൻ വേണ്ടി 10നെ നമ്മൾ ഇവിടെ മോഡുലോ 6 ആ 6 കൊണ്ട് ഡിവൈഡ് ചെയ്യും. 6 1s are 6. അപ്പോൾ നമുക്ക് കിട്ടുന്ന റിമൈൻഡർ 4. അപ്പോൾ ഇതെന്ന് പറയുന്നത് റെസിഡ്യൂ ക്ലാസ് ഓഫ് 4 ആയിരിക്കും. ഓക്കെ, അപ്പോൾ നമ്മൾ എപ്പോഴും ഓർക്കണം, നമുക്ക് ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ തരുവാണെങ്കിൽ, ഇപ്പം ഇങ്ങനെ നിങ്ങളൊരു അഡീഷനൊക്കെ പറയുവാണെങ്കിൽ ക്വസ്റ്റ്യൻസ് ഇങ്ങനെ ചോദിക്കാമല്ലോ. അപ്പോൾ അവർ ഈ മോഡുലോ എം എന്ന് തരും. ആ എമ്മിന് വളരെ ഇമ്പോർട്ടൻസ് ഉണ്ട്. കാരണം നമ്മൾ ആഡ് ചെയ്യുന്ന വാല്യൂവിനെ നമ്മൾ 6 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ കിട്ടുന്ന ആ റിമൈൻഡറാണ് നമ്മളിവിടെ എഴുതി വെക്കേണ്ടത്. ഓക്കെ, എല്ലാവരും നോട്ട്സ് കാണുന്നുണ്ട്. നമുക്ക് അടുത്ത രണ്ടൊന്ന് ക്വസ്റ്റ്യൻസ് നോക്കാം. ഫൈൻഡ് ദ റെസിഡ്യൂ ക്ലാസ് ഫൈൻഡ് റെസിഡ്യൂ ക്ലാസ് ഓഫ് 0 പ്ലസ് റെസിഡ്യൂ ക്ലാസ് ഓഫ് 3 മോഡ് 6 എന്ന് പറഞ്ഞിട്ടുണ്ട്. കണ്ടോ, ആ 6ന് അവിടെ ഇമ്പോർട്ടൻസ് ഉണ്ട്. മോഡ് 6 ഇൻ ടേംസ് ഓഫ് റെസിഡ്യൂ ക്ലാസ് എന്ന് പറഞ്ഞത്. അപ്പം 0 + 3 എന്ന് പറഞ്ഞാൽ നമുക്കറിയാം 0 + 3 = 3 തന്നെയാണ്. അപ്പോൾ 3 എന്ന് പറയുന്നത് ഇതിനകത്തുള്ളൊരു റെസിഡ്യൂ ക്ലാസ്, അതുകൊണ്ട് ഇത് തന്നെ കിട്ടും. ഓക്കെ, അപ്പോൾ ഇതായിരിക്കും എൻ്റെ ആൻസർ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, റെസിഡ്യൂ ക്ലാസ് ഓഫ് 2 × 3 മോഡുലോ 6. അപ്പം 2 × 3 എന്ന് പറയുന്നത് എത്രയാണ്? 6 ആണെന്ന് നമുക്കറിയാം അല്ലേ? 2 × 3 എന്ന് പറയുന്നത് 6 ആണ്. 6 എന്ന് പറയുന്നത് എത്രയായിരിക്കും? 6 മോഡ് 6 എന്ന് വെച്ചാൽ എന്താ? 6നെ 6 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന റിമൈൻഡർ, 6നെ 6 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന റിമൈൻഡർ എത്രയാണ്? 0. അപ്പോൾ ഇത് 0 ആയിരിക്കും നമുക്കിവിടെ കിട്ടുന്ന ആൻസർ. ഓക്കെ, സോ അടുത്ത ക്വസ്റ്റ്യൻ കണ്ടോ, ഫൈൻഡ് ദ സം ഓഫ് ദ റെസിഡ്യൂ ക്ലാസ് മോഡുലോ 5 ആണ് തന്നിരിക്കുന്നത്. ആ കേസിൽ മോഡുലോ 5 ആണ് തന്നിരിക്കുന്നത്. അപ്പോൾ 2ഉം 3ഉം ആണ് തന്നിരിക്കുന്നത്. 2ഉം 3ഉം എടുക്കുമ്പോൾ അപ്പോൾ മോഡുലോ 5 വരുമ്പോൾ നമുക്ക് കിട്ടാവുന്ന റിമൈൻഡേഴ്സ്, അപ്പോൾ നിങ്ങൾ ആദ്യം തന്നെ അത് എഴുതി വെക്കണം.
മോഡിൽ ഓഫ് ഐ കിട്ടാകുമ്പോൾ നമുക്ക് കിട്ടാവുന്ന റിമൈൻഡേഴ്സ് 0, 1, 2, 3, 4 ആയിരിക്കും. അപ്പോൾ നമ്മുടെ ഇക്വലൻസ് ക്ലാസ്സസ് എന്ന് പറയുന്നത് 0, 1, 2, 3, 4 ആയിരിക്കും. ഓക്കെ, അപ്പം ഇക്വലൻസ് ക്ലാസ് ഓഫ് 2 പ്ലസ് ഇക്വലൻസ് ക്ലാസ് ഓഫ് 3 എന്ന് പറയുന്നത് ഇക്വലൻസ് ക്ലാസ് ഓഫ് 2 പ്ലസ് 3 ഈസിക്കൽ ഇക്വലൻസ് ക്ലാസ് ഓഫ് 5 എന്ന് വരും. പക്ഷേ 5 ഇതിനകത്തില്ല. അപ്പോൾ നമ്മൾ നോക്കണം, 5നെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന റിമൈൻഡർ എത്രയാണ്? 0. അപ്പോൾ ആ 0 ആയിരിക്കും നമുക്ക് ഇവിടുത്തെ ആൻസർ എന്ന് പറയുന്നത്. സോ അടുത്ത ക്വസ്റ്റ്യൻ, ഇക്വലൻസ് ക്ലാസ് ഓഫ് 3 പ്ലസ് ഇക്വലൻസ് ക്ലാസ് ഓഫ് 4 എന്ന് പറയുന്നത് എത്രയാണ്? ഇക്വലൻസ് ക്ലാസ് ഓഫ് 3 പ്ലസ് 4 ഈസ് ഈക്വൽ ടു ഇക്വലൻസ് ക്ലാസ് ഓഫ് 7. അപ്പോൾ 7നെ നമുക്ക് ഇവിടെ എത്രയാണ്? 5 അല്ലേ? 7നെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന റിമൈൻഡർ എന്ന് പറയുന്നത് 2. 7നെ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യും, 5 1s are 5, 2 അല്ലേ റിമൈൻഡർ? ആ 2 ആണ് നമ്മൾ ഇവിടെ ഇടുന്നത്. സോ ഇത് ഇക്വലൻസ് ക്ലാസ് ഓഫ് 2 ആയിരിക്കും ഇതിൻ്റെ ആൻസർ എന്ന് പറയുന്നത്. ഓക്കെ, സോ നെക്സ്റ്റ് പ്രോഡക്റ്റ് കണ്ടുപിടിക്കാൻ. അവിടെ തന്നിരിക്കുന്ന മോഡിലോ 6 ആണ്, മോഡ് 6 ആണ്. അപ്പോൾ 2 × 5 എടുക്കുമ്പോൾ നമുക്കറിയാം 2 × 5 എന്ന് പറയുന്നത് 10 ആണ്. അപ്പോൾ 10നെ 6 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന റിമൈൻഡർ എത്രയാണ്? 4 ആണ്. അപ്പോൾ ഇതിൻ്റെ ആൻസർ ഇക്വലൻസ് ക്ലാസ് ഓഫ് 4 ആയിരിക്കും ഇതിൻ്റെ ആൻസർ ആയിട്ട് വരുന്നത്. ആൻഡ് നെക്സ്റ്റ് വൺ, ഇക്വലൻസ് ക്ലാസ് ഓഫ് 4 × ഇക്വലൻസ് ക്ലാസ് ഓഫ് 3 എന്ന് പറയുന്നത് ഇക്വലൻസ് ക്ലാസ് ഓഫ് 4 × 3 ഈസിക്കൽ ടു ഇക്വലൻസ് ക്ലാസ് ഓഫ് 12 ആയിരിക്കും. സോ നമുക്കറിയാം 12നെ 6 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് 0 റിമൈൻഡർ കിട്ടും. സോ ഇവിടെ ഇത് ഇക്വലൻസ് ക്ലാസ് ഓഫ് 0 ആയിരിക്കും. ഓക്കെ, സോ ഇത്ര എല്ലാവർക്കും ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു.